ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ആശംസകൾ. ഓക്കെ, നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VF എന്നിവയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം പറഞ്ഞേ. കേരള സാഹിത്യ അക്കാദമി ഇമ്പോർട്ടൻ്റ് അല്ലേ? സാഹിത്യ അക്കാദമി ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണല്ലേ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അക്കാദമി ആരംഭിക്കുന്നത് എന്നാണ്? കേരള സാഹിത്യ അക്കാദമി 1956 അല്ലേ. കേരള സാഹിത്യ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് 1956. അതിൻ്റെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരമായിരുന്നു അല്ലേ. ഇതിൻ്റെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. പിന്നീട് 1958 ഇത് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. ഓക്കെ, 1958 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റുന്നത്? തൃശ്ശൂരിലേക്ക് മാറ്റുന്നത്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലേ. ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാണ്? 1956 ഒക്ടോബർ 15. 1956 ഒക്ടോബർ 15 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ? സർദാർ KM പണിക്കരാണ് അല്ലേ. സർദാർ KM പണിക്കരാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നിലവിൽ ആരാണ്? K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ്. ഇനി അക്കാദമി ഫോർ മലയാളം ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് ഏത്? കേരള സാഹിത്യ അക്കാദമി. അക്കാദമി ഫോർ മലയാളം ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിച്ചാലോ ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. എന്താണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. ഇത്രയുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്, മറക്കരുത്. ആദ്യ ആസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. 1958 അത് തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. ഇനി എന്നാണ് കേരള സാഹിത്യ അക്കാദമി വന്നത്? 1956. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ 1965 ഒക്ടോബർ 15 ഓർക്കുക. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് KM പണിക്കരും നിലവിലത്തെ പ്രസിഡന്റ് K സച്ചിദാനന്ദനുമാണ്. ഓക്കെ, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. ഇത്രയും കാര്യങ്ങൾ കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് ഓർത്തു വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ശബ്ദ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ശബ്ദ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആർദേശർ ഇറാനി, ദാദാ സാഹിബ് ഫാൽക്കെ, ഹോമി വാഡിയ, വി ശാന്താറാം. ആരാണ് ആൻസർ? ആർദേശർ ഇറാനിയാണ് കേട്ടോ. ആർദേശർ ഇറാനിയാണ് ഇന്ത്യൻ ശബ്ദ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ആർദേശർ ഇറാനിയാണ്. ഇന്ത്യയിൽ പൂർണ്ണമായും ശബ്ദം ഉപയോഗിച്ച ആദ്യ സിനിമ ഏതായിരുന്നു? ഇന്ത്യയിൽ പൂർണ്ണമായും ശബ്ദം ഉപയോഗിച്ച ആദ്യ സിനിമയാണ് ആലം ആര എന്ന് പറയുന്നത് അല്ലേ. ആലം ആര. ഈ ആലം ആരയുടെ സംവിധായകൻ ആരാണ്? ആർദേശർ ഇറാനിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും ശബ്ദം ഉപയോഗിച്ച ആദ്യ സിനിമയാണ് ആലമാര. ആലമാരയുടെ സംവിധായകനാണ് ആർദേശർ ഇറാനി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആലമാര റിലീസ് ചെയ്തത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? ആലമാര റിലീസ് ചെയ്യുന്നത് 1931 മാർച്ച് 14 ബോംബെയിലെ മജസ്റ്റിക് സിനിമ തിയേറ്ററിലാണ്. 1931 മാർച്ച് 14 ബോംബെയിലെ മജസ്റ്റിക് സിനിമ തിയേറ്ററിലാണ് ആലമാര റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഹിന്ദി അതുപോലെ തന്നെ ഉറുദു ഒക്കെ ഇടകലർത്തിയിട്ടുള്ള ആണ് അവിടെ ആലമാര എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹിന്ദിയും ഉറുദുവും ഇടകലർത്തിയാണ് ആലം ആര സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാ? കിസാൻ കന്യ അല്ലേ. കിസാൻ കന്യ അത് നിർമ്മിച്ചതും ഈ ആർദേശർ ഇറാനിയാണ്. അത് 1937 ആർദേശർ ഇറാനി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രമായ കിസാൻ കന്യ നിർമ്മിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ നിർമ്മിച്ച ആദ്യ ശബ്ദചിത്രമാണ് ലോർ ഗേൾ. പേർഷ്യൻ ഭാഷയിൽ നിർമ്മിച്ച ആദ്യ ശബ്ദചിത്രം ഏതാണ്? ലോർ ഗേൾ. ഈ ചിത്രം സംവിധാനം ചെയ്തതും ആരാണ്? ആർദേശർ ഇറാനിയാണ് കേട്ടോ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ദാദാ സാഹേബ് ഫാൽക്കെയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെയാണ്. അപ്പോൾ ഒന്നുകൂടെ, ഇന്ത്യൻ ശബ്ദ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർദേശർ ഇറാനിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായും ശബ്ദം ഉപയോഗിച്ച ആദ്യ സിനിമയായ ആലമാര സംവിധാനം ചെയ്ത ഇദ്ദേഹമാണ്. എവിടെ വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്? 1931 മാർച്ച് 14 ബോംബെയിലെ മജസ്റ്റിക് സിനിമ തിയേറ്ററിലാണെന്ന് ഓർക്കുക.
ഹിന്ദിയും ഉറുദുവും ഇടകലർത്തിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കളർ ചിത്രം ചോദിച്ചാൽ കിസാൻ കന്യയാണ്. ഓക്കെ, അത് നിർമ്മിച്ചതും ഈ ആർദേശർ ഇറാനിയാണ്. പേർഷ്യൻ ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ശബ്ദചിത്രമാണ് ലോർ ഗേൾ എന്നുള്ളത്. ഈ ചിത്രം സംവിധാനം ചെയ്തതും ആർദേശർ ഇറാനിയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെയാണ്. ഓക്കെ, ഇത്രയും വ്യക്തമായല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി കണ്ടെത്തുക. ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡിയാണ്. ആദ്യ നോവൽ അഗ്നിസാക്ഷി, ശരിയാണോ? ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയാണോ അത്? ആദ്യ നോവൽ അഗ്നിസാക്ഷിയാണോ? അതെ, ശരിയാണല്ലേ. ആദ്യ കവിതാ സമാഹാരം നിശബ്ദ സംഗീതം എന്ന് പറയുന്നു, ശരിയാണോ? ആദ്യത്തെ കവിതാ സമാഹാരമാണോ നിശബ്ദ സംഗീതം? അത് തെറ്റാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖമാണോ? ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, അത് ശരിയാണ്. ചെറുകഥ ആയിരത്തിരി എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണോ അത്? ചെറുകഥ ആയിരത്തിരിയാണോ? അത് തെറ്റാണ്. അപ്പോൾ 2ഉം 4ഉമാണ് ഇവിടെ തെറ്റ് കേട്ടോ. 2ഉം 4ഉം തെറ്റാണ്. ആദ്യ നോവൽ അഗ്നിസാക്ഷി, അത് കറക്റ്റാണ്. ആത്മകഥ എന്നുള്ളത് ആത്മകഥയ്ക്ക് ഒരു ആമുഖമാണ്, അത് രണ്ടും ശരിയാണ്. ഓക്കെ, ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണെന്ന് പറയാമോ? അവരുടെ പേരുമായിട്ട് ബന്ധമുള്ളതാണ്, പറയാമോ? ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ലളിതാഞ്ജലി. ഏതാണ്? ലളിതാഞ്ജലി. ഓക്കെ, ഇനി ആദ്യ നോവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അഗ്നിസാക്ഷിയുടെ പ്രത്യേകത എന്താണ്? ആദ്യ വയലാർ അവാർഡ് അല്ലേ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത അല്ലെങ്കിൽ നേടിയ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1977. അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനത്തിന്റെ ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണ്? കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ കേട്ടോ, കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ, ഇതൊക്കെ ലളിതാംബിക അന്തർജനത്തിന്റെ ബാലസാഹിത്യ കൃതികളാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ലളിതാഞ്ജലി, ആദ്യ നോവൽ അഗ്നിസാക്ഷിക്കാണ് ആദ്യ വയലാർ അവാർഡ് ലഭിക്കുന്നത് 1977. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചടങ്ങ് ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചടങ്ങ്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിക്കാണും. ഏതാണിത്? ആറ്റുകാൽ പൊങ്കാല അല്ലെ, ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല അല്ലെ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രമാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാടാ? ദക്ഷിണ ദ്വാരക ഏതാണ്? ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അല്ലെ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത്. എന്നാൽ ദക്ഷിണ കൈലാസം ഏതാണ്? ദക്ഷിണ കൈലാസം ഏതാണ്? തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കുംനാഥ ക്ഷേത്രമാണ് അല്ലെ, ദക്ഷിണ കൈലാസം തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. അപ്പോൾ ദക്ഷിണ വാരാണസി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ വാരാണസി അറിയാമോ? ഏതാ? കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് അല്ലെ, കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് ദക്ഷിണ വാരാണസി എന്നറിയപ്പെടുന്നത്. ഇനി ദക്ഷിണ കാശി ഏതാണെന്നറിയോ? വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത്. ദക്ഷിണ കാശി ഏതാണ്? വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ശബരിമലയാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? ശബരിമലയാണെന്ന് ഓർക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദക്ഷിണ ദ്വാരക ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, ദക്ഷിണ കൈലാസം വടക്കുംനാഥ ക്ഷേത്രം, ദക്ഷിണ വാരാണസി കൊട്ടിയൂർ ശിവക്ഷേത്രം, ദക്ഷിണ കാശി വയനാട്ടിലെ തിരുനെല്ലി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മനുഷ്യരാശിയുടെ അനശ്വര പാരമ്പര്യത്തിൻ്റെ കലാസൃഷ്ടി എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏത് കലാരൂപത്തെയാണ്? മനുഷ്യരാശിയുടെ അനശ്വര പാരമ്പര്യത്തിൻ്റെ കലാസൃഷ്ടി എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? അത് കൂടിയാട്ടത്തെയാണ് അല്ലേ, കൂടിയാട്ടത്തെയാണ്. നമുക്കറിയാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്നും അറിയപ്പെടുന്നത് ഏതാണ്? കൂടിയാട്ടമാണ്. എന്തൊക്കെയാണ്? അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഗുരു മാണി മാധവ ചാക്യാരുടെ കൃതി ഏതാണെന്നറിയാമോ? കൂടിയാട്ടത്തെക്കുറിച്ചുള്ള മാണി മാധവ ചാക്യാരുടെ കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഗുരു മാണി മാധവ ചാക്യാരുടെ കൃതിയാണ് നാട്യകൽപദ്രുമം. ഓക്കെ, കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് തുടങ്ങിയവ പഠിക്കാൻ വേണ്ടിയിട്ടും അവയുടെ ഉപരിപഠനത്തിനും സൗകര്യമുള്ള ഒരു സ്ഥാപനമുണ്ട്. ഏതാണ്? തിരുവനന്തപുരത്തെ മാർഗി എന്ന സ്ഥാപനമാണ് കേട്ടോ. എന്താണ്? കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്. കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്
തുടങ്ങിയവ പഠിക്കാനും ഉപരിപഠനത്തിനും സൗകര്യമുള്ള സ്ഥാപനം ഏതാണ്? തിരുവനന്തപുരത്തെ മാർഗിയാണ്. ഓക്കെ. കഥകളിയുടെ മൂലരൂപം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? കഥകളിയുടെ മൂലരൂപം ഏതാണ്? രാമനാട്ടമാണ് അല്ലേ? രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ മൂലരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. ഓക്കെ. കഥകളിയുടെയും കേരളീയ കലകളുടെയൊക്കെ പോഷണത്തിനായിട്ട് നമ്മുടെ വള്ളത്തോൾ, മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട് അല്ലേ? ഏതാ അത്? കേരള കലാമണ്ഡലം അല്ലെ? ചെറുതുരുത്തിയിലാണെന്നൊക്കെ അറിയാം. കേരള കലാമണ്ഡലം. കഥകളിയുടെയും കേരളീയ കലകളുടെയും പോഷണത്തിനായിട്ട് മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലം. ഓക്കെ. കല്ലുവഴി സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായം, വെട്ടത്ത് സമ്പ്രദായം എന്നിവയൊക്കെ കഥകളിയിലെ വിവിധ സമ്പ്രദായങ്ങളാണ്. അപ്പോൾ കഥകളിയിലെ വിവിധ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. കല്ലുവഴി, കപ്ലിങ്ങാട്. കല്ലുവഴി, കപ്ലിങ്ങാട്, വെട്ടത്ത്. 3 ഓർത്ത് വെച്ചേക്കണം. കല്ലുവഴി, കപ്ലിങ്ങാട്, വെട്ടത്ത്. ഓക്കെ. ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം ഏതാണ്? ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിക്കുന്നത് കഥകളിയാണ് അല്ലേ? ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഏത്? കഥക്. കഥക് കേട്ടിട്ടുണ്ടല്ലോ, കഥക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഏതാ? ചലിക്കുന്ന കാവ്യം അത് ഭരതനാട്യമാണ് അല്ലേ? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യത്തെ പുനരുജ്ജീവിപ്പിച്ച് ഇന്നത്തെ ഒരു രീതിയിലാക്കിയ വ്യക്തി ആരാന്നറിയാമോ? ഭരതനാട്യത്തെ പുനരുജ്ജീവിപ്പിച്ച് ഇന്നത്തെ രീതിയിലാക്കിയത് രുക്മിണി ദേവി അരുന്തേലാണ്. കേട്ടിട്ടുണ്ടോ? രുക്മിണി ദേവി അരുന്തേലാണെന്ന് ഓർക്കുക. ഓക്കെ. ഇനി ഭരതനാട്യത്തിന് വേറൊരു പേരുണ്ട്, ദാസിയാട്ടം. കേട്ടോ? ദാസിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ദാസിയാട്ടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപം എന്ന് ചോദിച്ചാലും ഏത് പറയണം? ഭരതനാട്യം പറയണം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. ഓക്കെ. അഭിനയ ദർപ്പണം ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കും. ഏതാണ് അത്? അഭിനയ ദർപ്പണമാണ്. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അഭിനയ ദർപ്പണമാണ്. ഒന്നുകൂടെ പറയാവേ. ഒന്നുകൂടെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. മനുഷ്യരാശിയുടെ അനശ്വര പാരമ്പര്യത്തിന്റെ കലാസൃഷ്ടി എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് കൂടിയാട്ടത്തെയാണ്. ഓക്കെ. അഭിനയത്തിന്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്നും അറിയപ്പെടുന്നു. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? കിട്ടുന്നുണ്ടോ? കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഗുരു മാണി മാധവ ചാക്യാരുടെ കൃതി ഏതാ? നാട്യകൽപ്പദ്രുമമാണ്. ഓക്കെ. കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നിവ പഠിക്കാനും ഉപരിപഠനത്തിനും സൗകര്യമുള്ള സ്ഥാപനം ഏതാണ്? തിരുവനന്തപുരത്തെ മാർഗി എന്ന സ്ഥാപനമാണ്. കഥകളിയുടെ മൂലരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെയും കേരളീയ കലകളുടെയും പോഷണത്തിനായിട്ട് വള്ളത്തോൾ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. കല്ലുവഴി സമ്പ്രദായം, കപ്ലിങ്ങാട്, വെട്ടത്ത് സമ്പ്രദായം ഇതൊക്കെ കഥകളിയിലെ വിവിധ സമ്പ്രദായങ്ങളാണെന്ന് ഓർക്കുക. ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ചതും കഥകളിയെയാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? അത് കഥക്കാണെന്ന് ഓർക്കുക. ചലിക്കുന്ന കാവ്യം ഏതാണ് എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഭരതനാട്യമാണ്. ഭരതനാട്യത്തെ പുനരുജ്ജീവിപ്പിച്ച് ഇന്നത്തെ രീതിയിൽ കൊണ്ടുവന്നത് ആരാണ്? അത് രുക്മിണി ദേവി അരുണ്ടേലാണ്. ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏത്? ഭരതനാട്യം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഓക്കെ. ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. അതുപോലെ തന്നെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പിറവിയെടുത്ത നൃത്തരൂപം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പിറവിയെടുത്ത നൃത്തരൂപമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പിറവിയെടുത്ത നൃത്തരൂപം കുച്ചിപ്പുടി. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയ കൃതി ഏതാന്ന് പറയണം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാന്ന് പറയണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയ കൃതി ഏതാണെന്ന് പറയണം. അഭിജ്ഞാന ശാകുന്തളം, അമരകോശം, പാണിനീയം, കുമാരസംഭവം. ഇതിനകത്ത് ഏതാണ്? കിട്ടുന്നുണ്ടോ? ഏതാണ് ആൻസർ? സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയത് ഏതാണ്? അത് അഭിജ്ഞാന ശാകുന്തളമാണ്. അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം രചിച്ചത് കാളിദാസനാണ് കേട്ടോ. അഭിജ്ഞാന ശാകുന്തളം രചിക്കുന്നത് കാളിദാസനാണ്. മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ശാകുന്തളം തർജ്ജമ ചെയ്തത് ആരാണ്? പറയാമോ? ശാകുന്തളം മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്യുന്നത് നമ്മുടെ കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. മലയാളത്തിലേക്ക് ശാകുന്തളം ആദ്യമായി തർജ്ജമ ചെയ്തത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ടല്ലേ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് അല്ലേ.
അദ്ദേഹം രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനം ഏതാണ്? അത് മണിപ്രവാള ശാകുന്തളമാണ്. ഒന്നുകൂടെ, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനമാണ് മണിപ്രവാള ശാകുന്തളം. ഓർക്കണം, മണിപ്രവാള ശാകുന്തളം. ഓക്കെ. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ അനന്തരവനായിരുന്ന നമ്മുടെ AR രാജരാജവർമ്മ രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനം ഏതാ? അത് മലയാള ശാകുന്തളമാണ്. കിട്ടുന്നുണ്ടോ? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ അനന്തരവനായിരുന്നു AR രാജരാജവർമ്മ. അദ്ദേഹം രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനം ഏതാണ്? അത് മലയാള ശാകുന്തളമാണ്. എന്നാൽ നമ്മുടെ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനം എന്ന് പറയുന്നത് അത് മണിപ്രവാള ശാകുന്തളവും, രാജരാജവർമ്മ AR രാജരാജവർമ്മ രചിച്ച ശാകുന്തളത്തിൻ്റെ വിവർത്തനമാണ് മലയാള ശാകുന്തളം. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയ കൃതി അഭിജ്ഞാന ശാകുന്തളമാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും മതി, ബാക്കി നാളെ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എത്തിക്കണേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.